കനകാൻ്റെ കനകാൻ്റെ ഓ അയ്യോ പയ്യെ എന്തിനാ കിടന്ന് ഓടണേ? ഇപ്പൊ മുഞ്ഞു കുത്തി വീണേനല്ലോ. എതൊക്കെ ലച്ചു കൂപ്പിട്ട? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട് വരെ പോവാന്നൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാനാ? ആണെങ്കി ഞാൻ വരുന്നു. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ആ പിന്നെ ആന്റി, ഞാനേ പോയിട്ട് കഴിക്കാനൊന്നും നിൽക്കില്ല. ഉച്ചയ്ക്ക് മുന്നേ ഞാനിങ്ങ് തിരിച്ചു വരും കേട്ടോ. അവള് കഴിപ്പിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, പിന്നെ കഴിപ്പിച്ച് മനുഷ്യരെ കൊല്ലും. ചേച്ചി ഞാനും വരുന്നു ചേച്ചി, പ്ലീസ്. പറ ചുമ്മാ അടങ്ങിരി കേട്ടാ. ഞാനും വരുന്നു. ഇനി വാ തുറന്നാൽ ചിലപ്പോൾ അടി കൊള്ളും. എന്നാ പിന്നെ പൊക്കോ. എല്ലാ ദിവസവും എല്ലാരും ഇറങ്ങി പോവല്ലോ, അപ്പൊ എന്നെ കൊണ്ടുപോകത്തില്ലല്ലോ. ചേട്ടനാണെങ്കിൽ ആ ബുള്ളറ്റ് ഇട്ടതിന് ശേഷം എന്നെ അതിനകത്ത് കയറ്റി ഇരുത്തത്ത് പോലും ഇല്ല. ആര് പറഞ്ഞേ ബുള്ളറ്റിന് ശേഷം ഞാൻ നിന്നെ അതിനകത്ത് കയറ്റി ഇരുത്തിയിട്ടില്ലെന്ന്? കയറ്റി ഇരുത്തിയിട്ടുണ്ടോ? ആ കയറ്റി ഇരുത്തിട്ടുണ്ടല്ലോ. എപ്പോ? അത് മേടിച്ച സമയത്ത് 2-3 തവണ കയറ്റി ഇരുത്തിട്ടുണ്ട്. ഇല്ല. ഇവക്ക് ഇപ്പൊ എന്നോട് പുറത്തു വന്നത്. അത് അവധി ദിവസം ആണെങ്കിൽ പോലും ആരും എന്നെ അങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. സ്കൂള്, വീട്, ട്യൂഷൻ സെന്റർ, ഇതാ എന്റെ ജീവിതം. എനിക്ക് മടുത്ത്. നോക്കോ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. அவ சொல்றதுலயும் விஷயம் இருக்கு. அவளுக்கு எங்கேயும் போகணும்னு ஆசையா இருக்கும்ல. ഞാൻ ആന്റി പോകുമ്പോ കൊണ്ടു. நான் கொண்டு போவேன். நான் மதுரைக்கு போகும்போது கண்டிப்பா கொண்டு போவேன். ആന്റി കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നെ മധുരയ്ക്ക് കൊണ്ടുപോകുന്ന്. അത് ആന്റി പോലും പോകുന്നില്ല, പിന്നെ എങ്ങനെ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നേ? ഈ കൊച്ചു പറയുന്നത് സത്യമല്ലയോ? നീയും ഗൗരിയും കൂടെ എവിടെല്ലാം പോന്നു, അതിനെ കൂടെ കൊണ്ടുപോകാൻ എന്താ കുഴപ്പം? എന്തോന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു കൊച്ചാണ്. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസമൊക്കെ വരുമ്പോൾ കൊച്ചിനെ കൊണ്ട് ഏതെങ്കിലും പാർക്കിലൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്ത് കറങ്ങടിച്ചിട്ട് വന്നൂടെ അല്ലേ മക്കളെ? ചേട്ടാ മിണ്ടല്ലേ കളവൻ കേശു. കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ. മക്കൾ വിഷമിക്കണ്ട, പാഴൂരെ ഉത്സവം വരും, അമ്മൂമ്മ കൊണ്ടുപോവാം. അവിടെ ഉത്സവം വരുന്നുണ്ട്, അത് കഴിയുകയും ചെയ്യും. എനിക്കെന്തുവാ? ഞാനൊന്നും പറയുന്നില്ല, ചിലപ്പോ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലേ പ്രശ്നമാവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഇറങ്ങ്. ഞാൻ വരുന്നില്ല. കൂടുതലും മുട കാണിച്ചാണ്ടല്ലോ, ജീവിതത്തിൽ ഞാൻ എവിടെയും കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകണ്ട, ഞാൻ വരുന്നില്ല. ചേച്ചിയുടെ മുത്തല്ലേ, ബാ ചേച്ചി കൊണ്ടുപോകാം. ഉറപ്പാണോ? ആന്ന്. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോന്നു? ഒരു മിനിറ്റ് ചേച്ചി. അതെ, പിന്നെ ലച്ചി ചേച്ചി പാറനെ കൊണ്ട് എവിടെങ്കിലും ബൈക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കിൽ പെട്രോൾ അടിച്ചു തന്നാൽ മതി. പിന്നെ എൻ്റെ അലവൻസും. ഡ്രൈവർ ഫ്രീ ആണ്. എനിക്ക് ഡ്രൈവറുടെ ആവശ്യമില്ല. മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകും ബുള്ളറ്റിൽ. വേണ്ട. ഇത് എവിടെ പോയതാ? ലിപ്സ്റ്റിക് ഇടാൻ പോയതാ. പിന്നെ ഒരു കാര്യം, ഈ ഗേറ്റ് കടന്നു കഴിയുമ്പോഴത്തേക്ക് അവൾ തുടങ്ങും, ചേച്ചി അത്, ചേച്ചി ഇത്. ഒരു വക ചോദിക്കരുത്, എന്റെ 5 പൈസ ഇല്ല. പച്ച വെള്ളം വേണമെന്ന് പറയത്തില്ല. ആ എന്നാ ബാ. പോവാണേ. നടക്ക്. എടാ അമ്മമ്മ പോയിട്ട് വരാം. പോയിട്ടോ. വേണേ ബൈക്കിൽ കൊണ്ടുപോകാൻ കേട്ടോ, പെട്രോൾ അടിച്ചു തന്നാൽ മതി. വേണ്ട. പാറു ഒന്ന് അനങ്ങി നടക്ക്, വഴി നീളെ കഴിച്ചോണ്ടാ വന്നെ. ചേച്ചി നിങ്ങളൊക്കെ പറയാറില്ലേ വൈകുന്നേരം കഴിച്ചോണ്ട് വരുന്നത് ഒരു വൈബാണ്? പിന്നെ ഭയങ്കര വൈബാ. ആ ഗേറ്റ് കടന്ന പച്ചവെള്ളം പോലും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞ ആളാണ്. കയ്യിലിരിക്കുന്ന സാധനം നോക്കി. ചേച്ചി ഞാൻ സ്റ്റിക്ക് മുട്ടായും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. എനിക്കറിയാം ഇതിന്റെ കാര്യം കാണാനാ കരഞ്ഞു പിടിച്ച് കൂടെ പോന്നേന്ന്. ചേച്ചി എന്റെ ചേച്ചിയല്ലേ ചേച്ചി? എന്നിട്ട് ചേച്ചിയുടെ നേരെ കാണല്ലോ എപ്പോഴും വന്നത്. എനിക്ക് ചേച്ചി അടുത്തല്ലേ വഴക്ക് കൂടാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പറയാലോ എന്റെ കൊച്ചുനാളിൽ എനിക്ക് ചേച്ചി കൊറേ സാധനങ്ങൾ മേടിച്ചു തരുമായിരുന്നു. പിന്നെ നീ കൊറേ പറയും, നീ കൊറേ കുറ്റം പറയും, എന്നിട്ട് പറയും എന്റെ കൊച്ചുനാളിലെ ചേച്ചി എനിക്ക് ഒരു വക മേടിച്ചു തന്നിട്ടില്ലാന്ന്. ഞാൻ അങ്ങനൊന്നും പറയട്ടെ. പിന്നെ കണ്ടറിയാം. ചേച്ചി നമുക്കൊരു കോളയും കൂടെ മേടിച്ചാലോ? ഇന്ന് നടന്നങ്ങോട്ട്. കോള കേശാടും കാണാൻ മുന്നേ ഐസ്ക്രീം തീർത്തോളാം. ചേച്ചി ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ട് വന്നേ. എന്താ അപ്പൂപ്പൻ പാവം കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഉറങ്ങുമായിരിക്കും. ബാ, എന്തായാലും കഴിച്ചിട്ടുണ്ടാവുമോ എന്തോ.
സുഖമായിരിക്കും. ബാ. കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് പൈസ ഒന്നും ഇല്ലെന്നാ തോന്നുന്നു. പൈസ ഇല്ലാതെ എങ്ങനെ കഴിക്കുമല്ലേ ചേച്ചി? അതും ശരിയാ. ചേച്ചിയുടെ പൈസ ഉണ്ടോ? എന്തായാലും കൊടുത്തിട്ട് പോവാം. കാണുമ്പോഴേ വിഷമം വരും. ഉണ്ടോ? ബാ. അബൂപ്പ 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 എന്താ മോളെ? എന്താ ഇവിടെ കിടക്കണേ? ചുമ്മാ കിടന്നു. ഇവിടെയോ? ഇവിടെ കിടന്നാ എന്താ കുഴപ്പം? അല്ല, വീട് എവിടെയാ? എവിടെ കിടക്കുന്നോ അവിടെയാണ് എൻ്റെ നാടും വീടും. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, കഴിച്ചു കാണത്തില്ല. അപ്പൂപ്പ ഇത് വെച്ചോ, എന്തെങ്കിലും മേടിച്ച് കഴിക്കണേ. ഇത് നന്നായി വരും മക്കളെ. ശരി എന്നാ. പോ. അപ്പൂപ്പ, ഓ, അപ്പൂപ്പന് എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? വയ്യായ വന്നാലെന്താ, ഇവിടെ എങ്ങനെ ഇരിക്കും. അപ്പൊ വീടൊക്കെ എവിടെയാ? എന്ത് വീട്? എവിടെ ചെല്ലുന്നോ അവിടെയാണ് എൻ്റെ വീടും നാടും. അല്ല, അപ്പോ രാത്രി എവിടെ കിടന്ന് ഉറങ്ങണേ? അവിടെ വേണേ കിടക്കാം, ഇവിടെ വേണേ കിടക്കാം, അവിടെയും കിടക്കാം. ലോകം ഇങ്ങനെ വിശാലമായി കിടക്കാല്ലേ, എവിടെ വേണമെങ്കിലും കിടക്കാലോ. ശരി. അപ്പൂപ്പ, ഓ, അപ്പൂപ്പന് ബന്ധുക്കളാരുമില്ലേ? പരിചയപ്പെടുന്നവരെല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടു, അപ്പോൾ നിങ്ങളും എൻ്റെ ബന്ധുക്കളായി. അപ്പൂപ്പ, അതെ, ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്താ. അപ്പൂപ്പ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണോ? ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അപ്പൂപ്പനല്ല പറഞ്ഞേ അപ്പൂപ്പ ഞങ്ങളുടെ ബന്ധുക്കളായെന്ന്. അപ്പൊ വീട്ടിലോട്ടൊക്കെ വരാലോ. വീട്ടിലൊക്കെ വന്ന് കുറച്ചു നേരം വിശ്രമിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോ. ഓ, അതൊന്നും ശരിയാവില്ല. അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലേ വേറോ? അപ്പൂപ്പൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് വേണോ? വേണം. അപ്പൂപ്പനെ എണീക്ക്. എനിക്കപ്പൂപ്പ സഹായിക്കണോ? ആ, ഒന്ന് പിടിച്ചോ മക്കളെ.